ഞാൻ വന്നിരിക്കുന്നത് എള്ളുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് എള്ള് വീട്ടിൽ മേടിച്ച് കഴുകി ഉണങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് എള്ള് ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറക്കും. വറുത്തതിന് ശേഷം ഒരു പൊട്ടിത്തുടങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോൾ മാറ്റി വെക്കും. ഇനി 3/4 കപ്പ് ശർക്കരയിലേക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കും. അലിഞ്ഞു വരുമ്പോൾ തന്നെ അതിലെ കരടൊക്കെ അരിച്ചെടുത്തിട്ട് വീണ്ടും ഇത് ചൂടാക്കി ഇത് നന്നായിട്ട് തിളച്ച് പതഞ്ഞു വരും. ആ പതഞ്ഞൊന്ന് ചെറുതായിട്ട് കുറുക്കി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ഇത് 1 നൂൽ പരുവത്തിന് ഇത്തിരി കൂടെ വരണം. അപ്പം കൈകൊണ്ട് നോക്കുന്നത് റിസ്ക് ആയതുകൊണ്ട് ഒരു ബൗളിലേക്ക് ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഈ ഇച്ചിരി ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്ത് നോക്കണം. അപ്പോൾ അത് വെള്ളത്തിൽ അലിഞ്ഞു പോകാതെ നമുക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് 1 നൂൽ പരുവം. ആ സമയത്ത് ഈ എള്ളിട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളിതിൻ്റെ ബോൾസ് ഉരുട്ടണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ കയ്യിൽ എണ്ണയൊക്കെ തടവിയിട്ട് നന്നായിട്ട് ഇത് ഉരുട്ടിയെടുത്തു ചൂടോടുകൂടി തന്നെ. ചൂട് കുറയുന്ന സമയത്ത് വീണ്ടും ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കി തീ ഒന്ന് ഓണാക്കിയിട്ട് ചൂടാക്കിയെടുക്കും. എന്നിട്ട് പിന്നെയും ഞാൻ ഉരുട്ടും. പക്ഷേ നല്ല പണിയാണെങ്കിൽ പോലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. പിന്നെ ഹൈ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. കാൽസ്യത്തിന് കുറവുള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന സമയത്ത് അത് കൂട്ടാനായിട്ട്, അതായത് ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്, അതിനും വളരെയധികം നല്ലതാണ്. നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി കൊടുക്കണം, വളരെ നല്ലതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ബദ്രിക്കുട്ട? ആണോ? കുഞ്ഞിന് ഇഷ്ടമായോ? ഇത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കി ഒരു 3 കപ്പിനൂടെ വെച്ച് ഉണ്ടാക്കിയതിൻ്റെ അളവാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ.